മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇത് എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ് 10ാമത്തെയാണ്. പാർട്ട് 1 ആയ കാൽക്കുലേഷൻ ആണ്. അംബർല സ്കേർട്ട്. ഞാൻ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ചെറിയൊരു കറക്ഷൻ എന്നല്ല, വേസ്റ്റിന്റെ അവിടെ ഞാൻ ചെറിയൊരു കർവ് വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിങ് വീഡിയോയില്. ആ രീതിയിൽ ചെയ്ത് വരുമ്പോൾ ചിലവർക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സെന്ററിൽ ഒരു മടക്ക് പോലെ, ഒരു ചുളിവ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പേര് എന്നോട് കംപ്ലൈന്റ് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇതൊന്നും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കട്ട് ചെയ്യുമ്പോഴുള്ള ഈ ഒരു ചെറിയൊരു വ്യത്യാസമാണുള്ളത്. അത് ഞാൻ ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. നമുക്ക് ഇനി ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് കടക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള അളവ് ഫുൾ ലെങ്ത് 14, വേസ്റ്റ് 19.5, 0 to 1 വേസ്റ്റ് പ്ലസ് 8 ഇഞ്ച്. ഇവിടെ ഞാൻ 8 ഇഞ്ച് കൊടുത്തത് ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 8ന് പകരം 4 ഇഞ്ചാണ് കൊടുത്തിരുന്നത്. വേസ്റ്റ് പ്ലസ് 8 ഇഞ്ച്, അപ്പൊ 19.5 പ്ലസ് 8 ചെയ്യുമ്പോൾ 27 കിട്ടി. 27യുടെ 4-1, അതായത് 6.8 വരും. അതാണ് നമുക്ക് 0 to 1 കിട്ടുന്നത്. 0 to 2 എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് മൈനസ് ബെൽറ്റ്. ഫുൾ ലെങ്ത് നമുക്ക് വരുന്നത് 14 ആണ്. അതിന് 1 ഇഞ്ച് കുറയ്ക്കണം. കാരണം നമ്മൾ അളവെടുത്ത് വരുമ്പോൾ ഫ്രണ്ടിലേക്കുള്ള ബെൽറ്റിന്റെ അളവും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത്. അതുകൊണ്ടാണ് ഫുൾ ലെങ്ത് മൈനസ് ബെൽറ്റ്. ഇപ്പൊ 14 മൈനസ് 1 ചെയ്യുമ്പോൾ എനിക്ക് 13 കിട്ടി. അതിനൂടെ 1.5 ഇഞ്ചും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഇപ്പൊ 14.5 ഇഞ്ച് എനിക്ക് 0 to 2 കിട്ടും. അടുത്തത് നമുക്ക് ബെൽറ്റ് ആണ്. ബെൽറ്റ് 3 to 4 5 ഇഞ്ച് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത് തന്നെ. 4 to 5 0 to 1 നമുക്ക് എത്രയാണോ കിട്ടിയിരിക്കുന്നത് അതിനൂടെ 2 ഇഞ്ച് ആഡ് ചെയ്യാം. 8.8 കിട്ടി. നമുക്ക് 2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, 1 ഇഞ്ച് ആഡ് ചെയ്താലും മതി. നമുക്ക് എക്സ്ട്രാ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാലോ. അതുകൂടി കണക്കാക്കിയിട്ടാണ് ഞാൻ 2 ഇഞ്ച് കൊടുത്തത്. നമ്മൾ ക്രോസ് പീസ് ആയതുകൊണ്ട് ചിലപ്പോൾ നേരിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. അതുകൊണ്ടാണ് ഇത്ര മാത്രം നമുക്ക് അംബ്രല്ല സ്കേർട്ടിന്റെ കാൽക്കുലേഷൻ ഉള്ളൂ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് തുണി നമുക്ക് 2ആയിട്ട് മടക്കാം. ഇങ്ങനെ നമുക്ക് തുണി 2ആയിട്ട് മടക്കി എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മടക്കാം. അടുത്തത് 0 to 1 നമുക്ക് 6.8 ആണ് കിട്ടിയേക്കുന്നത്. ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കേട്ടോ വെക്കണ്ട, ഇങ്ങനെ ചെരിച്ചു വെക്കുക. ഇവിടെ വരും ഇങ്ങനെ വരും. കേറിക്കോ. അതിന് നമ്മൾ ചെറിയൊരു കേറും എന്നല്ല, ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാന്ന് മാത്രം. വരച്ചേക്കണത് എങ്ങനെയാണോ അതിന്റെ മേലേക്കൂടെ ജസ്റ്റ് ചെറുതായിട്ടൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരേണ്ടത് നമുക്ക് 14.5 ആണ്. എനിക്കിതിൽ 14.5 കറക്റ്റ് ആയിട്ട് കിട്ടി. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പീസ് നമ്മൾ വെക്കേണ്ടി വരും. അതെങ്ങനെയാന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാട്ടിത്തരാം. ബാൻഡിനുള്ള പീസ് ഞാൻ കട്ട് ചെയ്യാണ്. ബാൻഡ് ഞാൻ സിംഗിൾ പീസ് ആയിട്ട് തന്നെ ഈ പ്രാവശ്യം എടുക്കാണ്. നമുക്ക് വേസ്റ്റ് വരുന്നത് 27.5 ആണല്ലോ നമുക്ക് വേസ്റ്റ് വരുന്നത്. ഇനി ഞാൻ നിവർത്തിയിലൂടെ 2 ഇഞ്ച് ഞാൻ കൂടുതലെടുത്ത് താഴെ 29.5 കണ്ടില് ഞാൻ വേസ്റ്റ് എടുക്കാണ്. ബാൻഡ് എടുക്കാണ്. വേസ്റ്റ് ബാൻഡ് എടുക്കാണ്. നമ്മൾ സാധാരണ 5 ഇഞ്ചാണ് എടുക്കുന്നത്. ഞാൻ ഇവിടെ 6 ഇഞ്ച് എടുക്കാണ്. എന്താന്ന് വെച്ചാൽ എന്റെ സൈഡ് പിന്നി പോണതാണ്. അതുകൊണ്ട് തന്നെ 6 ഇഞ്ച് എന്ന രീതിയിൽ എടുക്കാണ്. എനിക്കൊന്ന് മടക്കി അടിക്കണം, അതിനു വേണ്ടിയാണ്.
നമ്മുടെ സ്കേർട്ട്, ഇത് നമ്മുടെ ബെൽറ്റ് ആയിട്ട് വരും. എന്താ ഇങ്ങനെ വരും. നമുക്കിനി ക്ലാസ്സിലേക്ക് കിടക്കാം. സ്കേർട്ടിന്റെ നല്ല വശം എടുക്കുക, നല്ല വശത്ത് നമ്മുടെ ലൈനിങ് തുണി വെക്കുക. എന്നിട്ട് നമ്മള് നെക്ക് മറച്ചടിച്ച പോലെ ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് നമുക്കിത് മറച്ചടിക്കാം. ഇത് ഈ തുമ്പ് പിന്നി പോണ തുണികളൊക്കെ ഉണ്ടല്ലോ, അതിന് കുറച്ചുകൂടി നല്ലതായിരിക്കും ഇങ്ങനെ മറച്ചടിക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തോ, നമുക്കിത് മറിച്ചെടുക്കാം. അതായത് നമ്മൾ നെക്കിന് മറിച്ചെടുക്കണ പോലെ നമുക്ക് എടുക്കാം. നമുക്ക് വേണമെങ്കിൽ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടി വേണമെങ്കിൽ കൊടുക്കാം. ഈ പിന്നി പോണ തുണികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പൊ നമുക്ക് പിന്നി പോകില്ലാണ്ട് നല്ല വൃത്തിയിൽ ഇരിക്കണ വേണ്ട. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ബാൻഡ് വെക്കണം. ബാൻഡും നമുക്ക് ഇതേപോലെ തന്നെ മറിച്ചെടുക്കണമെങ്കിൽ എടുക്കാട്ടോ. ഞാൻ ബാൻഡും ഇതേപോലെ തന്നെ മറിച്ചെടുക്കാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം എന്താന്നുള്ളത് മനസ്സിലാകും. ഇത് ഞാൻ നേരത്തെ പോലെ തന്നെ ഇങ്ങനെ മറിച്ചെടുക്കാണ്. മറിച്ചെടുത്തു. ഇനി ഞാൻ നേരത്തെ പോലെ തന്നെ ഒരു സ്റ്റിച്ച് കൊടുക്കാണ്. വശം ഉണ്ടല്ലോ, അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്യാം ചെറുതായിട്ട്. ഇനി ചെയ്യേണ്ട വെച്ച് കഴിഞ്ഞാല്, ഇത് സ്കേർട്ടിന്റെ നല്ല വശമാണ് അല്ലേ. നമ്മൾ മറിച്ചടിച്ച ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം ഇത് ഇവിടെ വെക്കാം. വെച്ച് നമുക്ക് ഒരു സ്റ്റിച്ച് കൊടുക്കാം. മനസ്സിലായില്ലേ? കണ്ടോ, ഇത് ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ലേ. ഇതിന് നേരെ ഇങ്ങോട്ട് തിരിച്ചിട്ടിട്ട് എന്നിട്ട് അതെ ഇതിന് നേരെ ഇങ്ങോട്ട് മടക്കാം. ഇങ്ങോട്ട് മടക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒപ്പത്തിനൊപ്പം വെക്കുക. നമ്മൾ മറ്റേതില് നമ്മള് ഫ്രണ്ടിലേക്കാണ് മടക്ക് വന്നത്, ഇത് ബാക്കിലേക്കാണ്. എങ്ങനെയായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് തയ്ക്കുമ്പോ ഏതാണ് ഭംഗിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ തയ്ച്ചോളൂ. രണ്ട് രീതിയിലും തയ്ക്കുകയാണെങ്കിലും രണ്ടും ശരിയാണ്. ഞാൻ രണ്ട് രീതിയിൽ എങ്ങനെ കാട്ടി തരാൻ വേണ്ടിയാണ് ഇതിപ്പോ ഈ പ്രാവശ്യം ഇങ്ങനെ എടുത്തത്. നിങ്ങൾക്ക് അതിൽ ഏതാണ് ഭംഗി, ഫ്രണ്ടിലേക്ക് മടക്കുന്നതാണോ ബാക്കിലേക്ക് മടക്കുന്നതാണോ നല്ലതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളൂ. ഇനി നമുക്ക് ഈ എലാസ്റ്റിക് ഇതിൽ കയറ്റാം. നമുക്ക്